മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ്റെ നിർമ്മാതാവും സംവിധായകനുമായിരുന്ന ജെ.സി. ഡാനിയലിൻ്റെ സ്മാരകം ഇവിടെ ഈ നെയ്യാറ്റിൻകരയിലാണ് എന്നറിയുമോ? തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയോരത്ത് ടി.ബി. ജംഗ്ഷന് സമീപം മുനിസിപ്പൽ സ്റ്റേഡിയത്തോട് ചേർന്നാണ് ജെ.സി. ഡാനിയൽ സ്മാരകം. ഇവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ, സ്മാരക മന്ദിരം, ജെ.സി. ഡാനിയലിൻ്റെ മനോഹരമായ ഒരു പ്രതിമ എന്നിവയുണ്ട്. മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്മാരകമാണിത്. 1900 ഫെബ്രുവരി 26 ജെ.സി. ഡാനിയൽ അഗസ്തീശ്വരത്ത് ജനിച്ചു. 1928 നവംബർ 7 അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ആയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിന് തുടക്കം കുറിച്ചു. 1928 നവംബർ 7 തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ തൻ്റെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ പ്രദർശിപ്പിച്ചു. ഈ സിനിമയുടെ നായിക പി.കെ. റോസി എന്ന ദളിത് യുവതിയായിരുന്നു. നായകൻ ഡാനിയലിൻ്റെ മകൻ സുന്ദറായിരുന്നു. പി.കെ. റോസി എന്ന കീഴാള സ്ത്രീ നായികയായി അഭിനയിക്കുന്നു എന്നറിഞ്ഞ യാഥാസ്ഥിതികരായ സവർണർ ആദ്യ പ്രദർശനം തന്നെ അലങ്കോലപ്പെടുത്തുകയും വെള്ളിത്തിര കുത്തിക്കീറുകയും ചെയ്തു. നിരവധി തവണ ശാരീരിക ആക്രമണം നേരിടേണ്ടി വന്ന റോസിക്ക് നാടുവിടേണ്ടി വന്നു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കായി സംസ്ഥാന സർക്കാർ 1992 മുതൽ ജെ.സി. ഡാനിയൽ പുരസ്കാരം നൽകി വരുന്നു. ജെ.സിയുടെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സെല്ലുലോയിഡ് എന്ന പേരിൽ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തു. ജെ.സി. ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു.